പക്ക അടിപൊളി. പക്ഷേ ഒരു പുഷ്പയ്ക്ക് ശ്രമിച്ചതാണ്, അത്ര ആയില്ല കേട്ടോ. ഭയങ്കരമായിട്ടുള്ള ക്രിഞ്ചായിട്ടുള്ള ഡയലോഗ്സ് നമുക്ക് ഫീൽ ചെയ്ത് മലയാളം കണ്ടോണ്ടാണ്. ഇവരുടെ തമിഴ് അല്ലെങ്കിൽ തെലുങ്കായിരിക്കും ഈ ഒരു സിനിമ കാണണമെങ്കിൽ, നല്ല ആസ്വദിച്ച് തിയേറ്ററിൽ നിന്ന് കാണണമെങ്കിൽ മസ്റ്റായിട്ട് തമിഴ് അല്ലെങ്കിൽ തെലുങ്ക് കാണും. മലയാളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നമുക്ക് തന്നെ ചിരി വരുള്ളൂ. ഇമോഷണൽ സീൻസൊക്കെ ചിരി വരുന്നത് ഈ മലയാളത്തിലെ ഓരോ ഡയലോഗ്സിൻ്റെ ഒരു പോരായ്മ ആ ഒരു ഇതുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലൊക്കെ പടം അടിപൊളിയാണ്. തിയേറ്ററിൽ വന്ന് വാച്ച് ചെയ്യാനുള്ള അടിപൊളി മൂവി. മലയാളം ഡബിങ് മോശമാണ്. മലയാളം ഡബിങ് നല്ല രീതിയിൽ മോശമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് എന്തായാലും ചിരി വരും. കാരണം ഇതിലുള്ള ഓരോ ഡയലോഗ് മലയാളത്തിൽ എഴുതി വെച്ചേക്കുന്നത് കൈരളി ടി വിയിൽ ചെയ്ത് വെക്കുന്ന ഒരു സെറ്റപ്പ് സംഭവമായിട്ടാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ പടം അടിപൊളിയാണ്. അത് തമിഴിലോ തെലുങ്കിലോ നിങ്ങൾ കാണുകയാണെങ്കിൽ തിയേറ്ററിൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. നല്ലത് വി എഫ് എക്സ് ആണ്, എഡിറ്റിംഗ് ആണെങ്കിലും കളർ ഗ്രേഡിംഗ് ആണെങ്കിലും ഡി ഒ പി ആണെങ്കിലും എല്ലാം പെർഫെക്റ്റ് ആണ് പടം ചെയ്തിട്ടുണ്ട്. ഓരോ പടം അനിരുദ്ധിൻ്റെ മ്യൂസിക് അല്ല, അനിരുദ്ധിൻ്റെ മ്യൂസിക്കും ആണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെച്ചിട്ടാന്നൊക്കെ എല്ലാവരും പറയുന്നത്. സെക്കൻഡ് പാർട്ടിലാണ് പടം നിർത്തിയേക്കുന്നൊരു നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പോയിന്റാണ്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അത് അങ്ങനെ ഒരു ഡിസിഷൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ഇതിലേക്കാണ് നമ്മൾ നിർത്തിയേക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമുക്കത് എങ്ങനെയാണ് സിറ്റുവേഷനിലേക്ക് എത്തിയെന്നുള്ളതും സെക്കൻഡ് പാർട്ടിലേക്ക് വെയിറ്റ് ചെയ്യും. നമ്മൾ ആറാറിലൊക്കെ ഉള്ളത് തീരെ പ്രതീക്ഷിക്കാത്തൊരു പോയിന്റാണ് കൊണ്ട് പടം നിർത്തിയത്. തീരെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു ഇതിലേക്ക് തീരെ പ്രതീക്ഷിക്കുന്നു. ആക്ഷൻ അടിപൊളിയാണ്. അതൊക്കെ വേണ്ടി എന്താ പറയുക, അത് കുഴപ്പമില്ലാണ്ട് എന്നാലും ഇച്ചിരി ഓവറുണ്ടായിരുന്നു. എന്നാലും സാറ്റിസ്ഫൈഡ് കുഴപ്പമില്ല, ഇഷ്ടപ്പെടും. ഇന്ത്യർ പടം അതുപോലെ തന്നെ നമ്മൾ പഴയ കാണുന്ന ഒരു തമിഴൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ വൺ ടൈം വാച്ച് കേട്ടോ, കുഴപ്പമില്ല. അവരെ എനിക്കിതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ എഡിറ്റിങ്, അതിൻ്റെ വി എഫ് എക്സ്, സൗണ്ടിങ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഒരു നമ്മുടെ മലയാളത്തിലോട്ട് ഡയലോഗ്സുകൾ വരുമ്പോഴത്തേക്ക് ഒരു നെഗറ്റീവായിട്ട് ഓരോ പടം കൊള്ളാം. ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ജൂനിയറിൻ്റെ ഒരു രക്ഷയില്ല.